ഈശോയിലേറ്റവും എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് ഈശോ തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് തർക്കിക്കുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ ഒരു കുഞ്ഞിനെ എടുത്ത് നിർത്തി പറയുകയാണ്, നിങ്ങൾ സ്വയം ചെറുതായി ഈ കുഞ്ഞിനെ പോലെ ആകണമെന്ന് പറയുകയാണ്. ശിഷ്യന്മാർ പലപ്പോഴും തർക്കിച്ചിരുന്ന ഒരു വിഷയമാണ് തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ളത്. എന്നാൽ ഈശോ എന്താണ് ചെയ്തിരുന്നത്? ഈശോ എപ്പോഴും അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളിൽ ഏറ്റവും ചെറിയവനാകാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഈശോ പലപ്പോഴും മാതൃകയിലൂടെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഈശോ സ്വയം ചെറുതാകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ശിഷ്യന്മാര് സ്വയം വലുതാകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വിരോധാഭാസം നമ്മൾ പലപ്പോഴും ഈ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കുന്നത്. അത് ഭയങ്കര ബോറായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കുഞ്ഞിനെ എടുത്ത് ഒരു മോഡലായിട്ട് അവരുടെ മുമ്പിൽ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം ചീപ്പായിട്ട് ചിന്തിക്കുന്ന ശിഷ്യന്മാരാണ് ഈശോയുടെ കണ്ണിൽ അവര്. തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് വലിയ വായില് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ ആകട്ടെ തങ്ങളിൽ ഏറ്റവും ചെറിയവനാണ്, നിങ്ങളിൽ ഏറ്റവും വലിയവൻ എന്ന് ഇടയ്ക്കിടെ ശിഷ്യന്മാരോട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനഭാഗം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഇങ്ങനൊരു ചിന്തയുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ മുമ്പിൽ സ്വയം ശൂന്യനായി ഏറ്റവും എളിമപ്പെട്ടവനായി നിൽക്കുന്ന ഈശോ നമ്മുടെ തൊട്ട് മുമ്പിലുള്ളപ്പോൾ ഈശോയുടെ മുമ്പിൽ വെച്ച് നമ്മൾ തന്നെ ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് തർക്കിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. സ്വയം ചെറുതാകാനായിട്ട് മത്സരിക്കുന്ന ഈശോയുടെ മുമ്പിൽ ഏറ്റവും വലിയവനാകാനായിട്ട് മത്സരിക്കുന്ന നമ്മൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വിരോധാഭാസമായി തന്നെ മാറാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. നമ്മളൊരു ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ എളിമയോടെ ചിന്തിക്കാനായിട്ട്, ദൈവത്തിന് മുമ്പിൽ ഏറ്റവും വിനയത്തോടു കൂടി പെരുമാറാനായിട്ട്, എളിമയോടെ ജീവിക്കാനായിട്ടുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.